بسم الله الرحمن الرحيم الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين أما بعد പ്രിയമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം മയ്യത്ത് സംസ്കരണത്തെക്കുറിച്ചായിരുന്നു തുടർച്ചയായി സംസാരിച്ചു വന്നത്. മരണാസന്നമായവരുടെ അടുക്കൽ ഖുർആൻ പാരായണം ചെയ്യുന്നതിനെക്കുറിച്ച് നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ മരണപ്പെട്ട മരിച്ചു കിടക്കുന്ന വ്യക്തിയുടെ അടുക്കൽ ഖുർആൻ പാരായണം ചെയ്യാമോ? അതിനെക്കുറിച്ച് ഹദീസിൽ എന്തു പറഞ്ഞിരിക്കുന്നു എന്ന കാര്യം നാം ആദ്യമായി പറയാം. ഫിഖഹിൻ്റെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളിലേക്ക്, ഇമാമിങ്ങളുടെ അഭിപ്രായങ്ങളിലേക്കെല്ലാം പ്രവേശിക്കുന്നതിന് മുമ്പ് ഹദീസിൽ എന്താണ് അതിനെ സംബന്ധിച്ച് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസ്, അല്ലെങ്കിൽ ഉമ്മുദ്ദർദാ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന, നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. മാമിൻ മയ്യിത്തിൻ യുഖറഉ അലൈഹി സൂറത്തു യാസീൻ. ഏതെങ്കിലും ഒരു മയ്യത്തിൻ്റെ അടുക്കൽ സൂറത്ത് യാസീൻ ഓതപ്പെട്ടാൽ ഇല്ലാ ഹവ്വനല്ലാഹു അലൈഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മയ്യത്തിൻ്റെ മേൽ എല്ലാ കാര്യങ്ങളും സുഗമമാക്കി കൊടുക്കും, എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂദർദാ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഐസർ തഫാസിർ 1266 പേജിൽ കാണാം. മഅഖൽ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. ഇഖ്റഉ യാസീൻ അലാ മൗതാക്കും. നിങ്ങളിൽ മരണപ്പെട്ടവരുടെ അടുക്കൽ യാസീൻ ഓതുക. ബാഹ്യമായ അർത്ഥം അതാണ്. അബൂദാവൂദ് റഹ്മഹുല്ലാ ബാബുൽ ഖിറാഅത്തി ഇൻദൽ മയ്യിത്തി, മയ്യത്തിൻ്റെ അടുക്കൽ ഖുർആൻ പാരായണം ചെയ്യൽ എന്ന അധ്യായത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസാണ്. ഐസർ തഫാസിർ നേരത്തെ സൂചിപ്പിച്ച പേജിൽ ഇതും കാണാൻ കഴിയും. ഇവിടെ ഇഖ്റഉ അലാ മൗതാക്കും യാസീൻ എന്ന ഹദീസ് അബൂദാവൂദ്, ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസ്, അതുപോലെ ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി സഹീഹാക്കിയ ഹദീസ് ഇഖ്റഉ അലാ മൗതാക്കും യാസീൻ, നിങ്ങളിൽ മരണപ്പെട്ടവരുടെ അടുക്കൽ നിങ്ങൾ യാസീൻ ഓതുക. മഹല്ലി, അത് ഫിഖഹിൻ്റെ കിതാബാണ്, 1-ാം വാള്യം 321 കാണാൻ കഴിയും. അതുകൊണ്ട് ഇഖ്റഉ അലാ മൗതാക്കും യാസീൻ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്ന് പറയുന്നത്, മൻ ഹളറഹുൽ മൗതു, മരണം മരണാസന്നമായവരുടെ അടുക്കൽ യാസീൻ ഓതലാണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ലിഅന്നൽ മൗത, കാരണം മയ്യത്ത് ലാ യുഖ്റഉ അലൈഹി, സാധാരണ മയ്യത്തിൻ്റെ അടുക്കൽ പലരും ഖുർആൻ പാരായണം ചെയ്യപ്പെടാറില്ല. അപ്പോൾ അതുകൊണ്ട് ഉള്ള ഉദ്ദേശം മരണാസന്നമാരുടെ അടുക്കലാണ് എന്ന്, അതാണ് ഉദ്ദേശം, ഈ ഹദീസിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നു. എന്നാൽ മഹല്ലിയുടെ തന്നെ ഷറഹാകുന്ന കല്യൂബി 1-ാം വാള്യത്തിൽ 321 കാണാം. ബൽ യുഖ്റഉ ഇൻദഹു, മയ്യത്തിൻ്റെ അടുക്കൽ ഖുർആൻ പാരായണം ചെയ്യപ്പെടണം, ഖുർആൻ ഓതണം. കല്യൂബി 1 കാണാൻ കഴിയും. ഈ ഹദീസിൻ്റെ ഉദ്ദേശം മരണാസന്നമാരുടെ അടുക്കലാണ് എന്ന് പറയുമ്പോൾ തന്നെ മരണപ്പെട്ടവരുടെ അടുക്കൽ ഓതണം എന്നിവിടുന്ന് കിട്ടി. അപ്പോൾ ഈ ഹദീസിൽ മരണപ്പെട്ടവരുടെ അടുക്കൽ നിങ്ങൾ ഓതുക എന്ന് പറഞ്ഞ ഈ ഹദീസ്, ഫൽ ഹദീസ് യദുല്ലു അലാ അന്നൽ മയ്യിത്ത, ഈ ഹദീസ് അലാ അന്നൽ മയ്യിത്ത യന്തഫി ബി ഖിറാഅത്തിൽ ഖുർആൻ ഇൻദഹു, മയ്യത്തിൻ്റെ അടുക്കൽ ഖുർആൻ പാരായണം ചെയ്യൽ കൊണ്ട് മയ്യത്തിന് പ്രയോജനം ലഭിക്കും
എന്നറിയിക്കുന്നുണ്ട് ഈ ഹദീസ് എന്ന് ഹദീസ് വ്യാഖ്യാന ഗ്രന്ഥമായ ഉംദത്തുൽ ഖാരി 4-ാം വാല്യം 206-ാം പേജിൽ കാണാം. ഈ ഹദീസിൽ നിന്ന് മയ്യത്തിൻ്റെ അടുക്കൽ ഖുർആൻ പാരായണം ചെയ്താൽ പ്രയോജനം കിട്ടും മയ്യത്തിന്. ഇപ്രകാരം തന്നെ ഹാഷിയത്തു ജാമിഉ സഗീർ 1-ാം വാല്യം 25-ാം പേജിലും കാണാൻ കഴിയും. മയ്യത്തിൻ്റെ അടുക്കൽ ഖുർആൻ പാരായണം ചെയ്താൽ മയ്യത്തിന് പ്രയോജനം കിട്ടും. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ അദ്ദേഹത്തിൽ നിന്നും ദാരിമി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. മൻ ഖറഅ സൂറത്ത യാസീൻ, ആരെങ്കിലും സൂറത്ത് യാസീൻ ഓതിയാൽ ഫീ ലൈലത്തിൻ ഇബ്തിഗാ വജ്ഹില്ലാഹി ഉഫിർ ലഹു ഫീ തിൽക്കൽ ലൈല, അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ഒരു രാത്രിയിൽ സൂറത്ത് യാസീൻ ഓതിയാൽ ആ രാത്രിയിൽ അവന് പുറത്തു കൊടുക്കപ്പെടും. ഐശ്വർ തഫാസിർ എന്ന ഗ്രന്ഥത്തിൽ ഈ ഹദീസ് നേരത്തെ സൂചിപ്പിച്ച പേജിൽ തന്നെ കാണാൻ കഴിയും. മാഖൽ ഇബ്നു യസാർ മുസ്നി റഹ്മത്തുള്ളാഹി അലൈഹി തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ആരെങ്കിലും യാസീൻ ഓതിയാൽ അവൻ്റെ പാപങ്ങളൊക്കെ, മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ, ചെറുപാപങ്ങളൊക്കെ പൊറുക്കപ്പെടും. അതുകൊണ്ട് ഫഖറഉഹാ ഇൻദ മൗതാക്കും, നിങ്ങൾ മരണപ്പെട്ടവരുടെ അടുക്കൽ നിങ്ങൾ യാസീൻ ഓതുക. ഇതും ബൈഹഖി ശുഅബുൽ ഈമാൻ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇവിടെയും ഇൻദ മൗതാക്കും, നിങ്ങൾ മരണപ്പെട്ടവരുടെ അടുക്കൽ നിങ്ങൾ സൂറത്ത് യാസീൻ ഓതുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉദ്ദേശം ഐ മുശ്രിഫിൽ മൗത്തി, മരണത്തോട് അടുത്ത മരണാസന്നമാരുടെ അടുക്കൽ, ഔ ഇൻദ ഖുബൂരി മൗതാക്കും, അല്ലെങ്കിൽ നിങ്ങളിൽ മരണപ്പെട്ടവരുടെ ഖബറിൻ്റെ അടുക്കൽ ഓതുക. രണ്ടഭിപ്രായമുണ്ട്. ഈ ഹദീസിന്റെ വ്യാഖ്യാനമാണ് ലിഅന്നഹും അഹ്വജു ഇലൽ മഗ്ഫിറ, കാരണം മയ്യിത്തിന് ഏറ്റവും മരണപ്പെട്ടവർ മഗ്ഫിറത്തിന് ഏറ്റവും ആവശ്യക്കാരാണ്, പാപമോചനത്തിന് ഏറ്റവും ആവശ്യക്കാരാണ്. അതുകൊണ്ട് മയ്യത്തിൻ്റെ ഖബറിൻ്റെ അടുക്കൽ ഓതണം എന്ന് ഈ ഹദീസിന് വ്യാഖ്യാനമായി മിർഖാത്ത്, മിഷ്കാത്തിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥമായ മിർഖാത്തിൽ കാണാം. മിഷ്കാത്ത് 189-ാമത്തെ പേജിൽ ഖുർആൻ പാരായണത്തെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറയുന്നു. അപ്പോൾ സൂറത്ത് യാസീൻ അത് പരിശുദ്ധമായ ഖുർആനിലെ വാക്കാണ്. ലിക്കുല്ലി ഷൈഇൻ ഖൽബുൻ, എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട്. പരിശുദ്ധമായ ഖുർആന്റെ ഹൃദയമാണ് സൂറത്ത് യാസീൻ എന്ന് പറഞ്ഞ ഹദീസുകൾ വേറെയുമുണ്ട്. അപ്പോൾ മയ്യത്തിൻ്റെ അടുക്കൽ പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് യാസീൻ ഓതാമെന്ന് ഇത്യാദി ഹദീസുകളോട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അർഹമുർ റഹീമിനായ തമ്പുരാൻ നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. മദ്ഹബിൻ്റെ ഇമാമിങ്ങൾ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. അർഹമുർ റഹീമിനായ തമ്പുരാൻ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, വന്യരായ ഗുരുനാഥന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ, സന്താനങ്ങൾ, കുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, നാമുമായി ബന്ധപ്പെട്ടവർ, മറ്റു സത്യവിശ്വാസികൾ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമാറാകട്ടെ. എങ്ങനെ മരിക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം, ആഖിബത്ത് നന്നായിക്കൊണ്ട് കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നാം ഇവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.